ഒരുപാട് സ്ത്രീകളിലും പെൺകുട്ടികളിലും കണ്ടുവരുന്ന ഒരു പ്രധാന പ്രശ്നമാണ് വെള്ളപ്പോക്ക്, വെജൈനൽ ഡിസ്ചാർജ്, ലൂക്കോറിയ എന്നൊക്കെ പറയാം. ഇതിന് വൈറ്റിഷ് ആയിട്ടും തിക്ക് ഫ്ലൂയിഡായിട്ട്, യെല്ലോ ഫ്ലൂയിഡായിട്ടൊക്കെ വെള്ളപ്പോക്ക് അനുഭവപ്പെടാറുണ്ട്. ഇത് നോർമലായിട്ടും അബ്നോർമലായിട്ടും അനുഭവപ്പെടുന്നു. നോർമലായിട്ടുള്ളത് ഹോർമോണൽ ചേഞ്ചസ് കാരണം അല്ലെങ്കിൽ ഓവുലേഷൻ, പ്രഗ്നൻസി സമയത്തും വെള്ളപ്പൊക്കം ഉണ്ടാകാറുണ്ട്. അബ്നോർമൽ കണ്ടീഷനിൽ ഇൻഫെക്ഷൻസ്, ഈസ്റ്റിന്റെയോ ബാക്ടീരിയയുടെയോ ഫംഗസിന്റെയോ ഇൻഫെക്ഷൻ കാരണം വരാറുണ്ട്. അതുപോലെ ഇൻഫ്ലമേഷൻസ് കാരണം, ചില യോനിഭാഗത്തുള്ള അലർജീസ് കാരണം ചുവന്ന നീര് വരികയും അല്ലെങ്കിൽ സ്മെല്ലുണ്ടാവുകയും പുകച്ചിലുണ്ടാവുകയും ചൊറിച്ചിലുണ്ടാവുകയും ചെയ്യാറുണ്ട്. അതുപോലെ ഇതിന് ചെയ്യാൻ പറ്റുന്ന ഒരു 3 ടെസ്റ്റുകളാണ് ബ്ലഡ് ടെസ്റ്റ്, യൂറിൻ ടെസ്റ്റ്, പാപ് സ്മിയർ ടെസ്റ്റിൽ എന്തൊക്കെയാണ് ഇൻഫെക്ഷൻസ് എന്നുള്ളത് അറിയാൻ പറ്റും. ഇതിന് ചെയ്യാൻ പറ്റുന്ന പരിഹാര മാർഗങ്ങൾ: ധാരാളം വെള്ളം കുടിക്കുക, മധുരമടങ്ങിയ എല്ലാ ഭക്ഷണങ്ങളും ഒഴിവാക്കുക, പ്രോപ്പർ ഹൈജീൻ മെയിൻറ്റെയിൻ ചെയ്യുന്നത് അത്യാവശ്യമാണ്. അതുപോലെ നമ്മൾ കഴിക്കേണ്ട ഭക്ഷണത്തിൽ പ്രോബയോട്ടിക്സ് ആയിട്ടുള്ള തൈര്, മോരൊക്കെ ഉൾപ്പെടുത്തുക. ആന്റി ഓക്സിഡൻസ് ആയിട്ടുള്ള ഗ്രീൻ ലീഫി വെജിറ്റബിൾസ്, ബ്രൊക്കോളി, ബെറീസ്, അവക്കാഡോ, കാബേജ്, മധുരക്കിഴങ്ങ് എന്നിവ ഉൾപ്പെടുത്തുക. നട്ട്സും സീഡ്സും ഡെയിലി യൂസ് ചെയ്യുന്നതും നല്ലതാണ്. അതുമാത്രമല്ല, ചില ഹെർബൽ എക്സ്ട്രാക്ട്സിൽ വരുന്ന അലോവേറ, ഇഞ്ചി, ഉലുവ, കറുവാപ്പട്ട, പിന്നെ ഗുഡിച്ചി എന്ന് പറയുന്ന ചിറ്റാമൃതം വളരെ നല്ലതാണ്. ശതാവരിയും വെള്ളപ്പോക്ക് കുറയ്ക്കാനായി വളരെ സഹായിക്കാറുണ്ട്. ഇതിന് ചെയ്യാൻ പറ്റുന്ന കുറച്ച് സപ്ലിമെന്റ്സ് ആണ് പ്രോബയോട്ടിക്സ് അടങ്ങിയ ഭക്ഷണങ്ങൾ, പ്രോബയോട്ടിക് സപ്ലിമെന്റ്സ്, അല്ലെങ്കിൽ വൈറ്റമിൻ സി, വൈറ്റമിൻ ഇ ആന്റി ഓക്സിഡന്റ് ആണ്. ഈ വൈറ്റമിൻ സിയും ഒമേഗ-3യും നല്ല ഹീലിംഗ് പ്രോപ്പർട്ടി ഉള്ളത് കാരണം ഇൻഫ്ലമേഷൻസ് കുറയ്ക്കാനായിട്ട് സഹായിക്കുന്നു. ഫോളിക് ആസിഡ്സ്, അയൺ അടങ്ങിയ ഭക്ഷണങ്ങൾ അല്ലെങ്കിൽ സപ്ലിമെന്റ്സ് രൂപത്തിലും എടുക്കുന്നത് വെജൈനൽ ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് വളരെ സഹായിക്കാറുണ്ട്. അതിനാൽ പ്രോപ്പർ ആയിട്ടുള്ള ഒരു ഹെൽത്ത് എക്സ്പേർട്സിന്റെ അഡ്വൈസ് പ്രകാരം നല്ലൊരു ട്രീറ്റ്മെന്റ് ചെയ്യുന്നത് വളരെ അത്യാവശ്യമാണ്. താങ്ക് യു.